വന്നോ? വരാതിരിക്കാൻ പറ്റുമോ? അമ്മായിക്ക് വിശേഷമൊന്നുമില്ലല്ലോ. നീ ഇപ്പോഴല്ലേടാ വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയത്? അതെ, അതൊരു 3-4 മണിക്കൂറായില്ലേ. അതിനിടയിൽ എന്തൊക്കെ സംഭവങ്ങൾ സംഭവിക്കാം. അമ്മായിക്കൊരു വിശേഷം കേട്ടോ. ഞാനിവിടുന്ന് അങ്ങോട്ട് പോയപ്പോ ഒരു 4-5 ആളുകൾ എന്റെ അടുത്തോട്ട് വന്നു. എന്താ കാര്യം? ഒരു വലിയ കാര്യം തന്നെ, ഒരു അടിപിടി കേസ്. ഞാൻ മധ്യസ്ഥം വഹിക്കണം. മാധവന്റെ വാക്ക് പിന്നെ ആരും തട്ടുന്നില്ല. അങ്ങനെ ഒരു 3-4 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു പരുവത്തിൽ അങ്ങോട്ട് ഒതുക്കി. അവസാനം അവരൊരു ചായ മാത്രം വാങ്ങിച്ചു എന്നിട്ട് സ്ഥലം വിട്ടു. നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കൊണ്ട് നടന്നു. നീ ജോലിക്കൊന്നും പോരുത് കേട്ടോ. ഇക്കാലത്ത് ജോലി ചെയ്തിട്ട് എന്തോ കിട്ടാന്? അപ്പൊ ജോലി ചെയ്യാതെ വല്ലതും കിട്ടുന്ന ലാഭം ഇല്ലേ അമ്മായി? അതെ അതെ. അമ്മായി, നമ്മുടെ മനു മര്യാദക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? അതോ ഈ നാടകം, സിനിമ എന്നൊക്കെ പറഞ്ഞ പുറകെ നടക്കുകയാണ്? അവൻ നിന്നെ പോലെയൊന്നും അല്ല, മര്യാദക്ക് ജോലിക്ക് പോകും. എന്തോ ഒരു ചൂടപ്പാ. അല്പദൂരം നടന്നേ ഉള്ളൂ. വല്ലാത്ത ദാഹം. കുറച്ച് മോരുണ്ട് അമ്മായി? എടാ, ഇത് വന്ന വഴി അങ്ങ് ചോദിച്ചാ പോരെയായിരുന്നു. അല്ല, വന്ന വഴിയെ ചോദിച്ചാ അമ്മായിക്ക് വല്ലതും തോന്നിയാലോ? ഇവിടെ മോരില്ല, തീർന്നുപോയി. എന്നാ ഒരു 50 പൈസ വേണം തരണം. ഞാൻ കടയിൽ പോയി കൂടുതൽ മോർ കൊടുക്കറേ. 50 പൈസ ഒന്നും എന്റെ അടുത്തില്ല. 10 പൈസ കൊടുക്കുക. ഐസ് തന്നെയാവും ചാപ്പിടട്ടോ. ഒന്നും ഇല്ലല്ലോ അതിൽ, നീ എഴുതി പോന്നി. അപ്പടിനാ ഒന്നമേ ചാപ്പിട വേണ്ട. മനു വീട്ടിൽ കാശൊന്നും തരാറില്ലേ അമ്മായി? കഷ്ടമാണ്. കുടുംബത്തിനെ പറ്റി ഒരു ചിന്തയില്ലല്ലോ അമ്മായി. അമ്മായി, മനു വന്നാ ഞാൻ വന്നെന്ന് പറയണേ. ഞാൻ പോട്ടെ അമ്മായി. മോരെ പാട്ട് കേട്ടെ. നേടാ ഇനിയാ തന്നെ ഇല്ലേ? അല്ല, വഴി മാറേ. മാറാവിടെ മാറാവിടെ. നീ നടന്നൊരു കാശിനകത്ത് എന്തേ കാശില്ലെന്ന് പറഞ്ഞു? ഇന്നത്തെ ദിവസം ജലവാനം കഴിച്ചിട്ടില്ല. നീ എന്നെ വിളയാടുക ഇല്ല. അപ്പൊ നിന്റെ കള്ളക്കിളക്ക് ഞാൻ അമ്മായിയോട് പറയാം. അമ്മായി അത് മാത്രം നീ ചെയ്യല്ലേ. വിട്ടോ, നീ പഠിക്കോ. ഇതോടെ എന്റെ സഞ്ചി. അമ്മായി, അമ്മായി എവന്റെ സഞ്ചിയിൽ എന്താണെന്ന് ഒന്ന് നോക്കണം. എന്തോന്നാടാ സഞ്ചിയിൽ എന്തോന്ന്? സൗന്ദര്യം കൂട്ടാനുള്ള സാധനങ്ങൾ. എടാ, ഇത് 3 കൂടെ വാരി നിന്റെ മോന്തയ്ക്ക് തേച്ചിരുന്നാലും ഒരു ഫലവുമില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ, മോന്ത തറയിലിട്ട് ഒരയ്ക്ക് കുറച്ചും കൂടെ വിടുത്ത്. അമ്മായി എവന്റെ അറിയുമ്പോൾ വലിയ സിനിമാ സ്റ്റാറാണെന്നാ. ഈ പ്രാന്തൊക്കെ നിർത്തിയിട്ട് അന്തസ്സായിട്ട് ജോലി ജീവിക്കാൻ നോക്ക എന്നെ പോലെ. അമ്മായി, ഇവൻ പണിയെടുത്ത് കിട്ടുന്ന കാശ് മുഴുവൻ കൊണ്ടുപോയി ഇതുപോലെ അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാണ്. എടാ, അതിന് നിനക്കെന്തടാ? അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന കാശ അവന് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കും. നീ ആരാ ചോദിക്കാൻ? അയ്യോ അമ്മായി, അവന്റെ നന്മയെ കരുതി പറഞ്ഞാണ്. അവന്റെ നന്മ ഞാൻ നോക്കിക്കോളാം, നീ ഒന്നും നോക്കണ്ട. എനിക്ക് വേദനയുണ്ട് അമ്മായി. നീ വേദനപ്പെടുന്ന ഞാൻ വേദനിച്ചോളാം. നീ പോടാ. മോനെ, ആ മാധവൻ പറഞ്ഞു പോയത് കേട്ടില്ലേ എന്റെ മോന്തയെ പറ്റി? അവൻ പറഞ്ഞോട്ട് പോട്ടെ, നീ അതൊന്നും വക വെക്കണ്ട. മാധവൻ മാത്രമല്ല, കാണുന്നവരൊക്കെ ഇത് തന്നെയാ പറയുന്നത്. അവരെന്തെങ്കിലും പറയട്ടെ, എന്റെ മോൻ ഒരു കുറവുമില്ല. പെറ്റ് കഴിഞ്ഞ് പേരിടുന്നവരെ അമ്മ എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ നിന്നെ കണ്ടിട്ടില്ലേന്നു. നിലത്ത് വെക്കാതെ മോനെ ഞാൻ നിന്നെ വളർത്തിയെടുത്തത്. എന്നിട്ടാണ് ഈ മുഖത്ത് നോക്കി മനോഹരൻ എന്ന് പേര് വിളിച്ചത്. ആരെന്ത് പറഞ്ഞാലും എന്റെ മോൻ എനിക്ക് മനോഹരനാണ്. എന്റെ പൊന്നു മോൻ പോയി കുളിച്ചിട്ട് ഇതൊക്കെ ഇടും. പൗഡറ്, സോപ്പ്. ഇതെന്താ മോനെ ഇത്? അതൊന്നും ഒരു പ്രശ്നമല്ല. വിട്ടുമിടുക്കണ ഒന്നാന്തരം ജോലിയുണ്ട്. പിന്നെ പുകവലിയോ മദ്യപാനമോ തൊട്ട് തെറിച്ചിട്ടില്ല. അതൊക്കെ അല്പസ്വല്പം ഉണ്ടായാലും വലിയ കുഴപ്പമില്ല. ആണുങ്ങളല്ലേ, എനിക്കറിയേണ്ടത് വിവരവും ഉത്തരവാദിത്വ ബോധവും ഉണ്ടോന്നാ. അതില്ലാതെ ഇത്ര വലിയ വേണ്ടോന്ന് മനു ചോദിച്ചപ്പം ഞാൻ ആകെ വിഷമിച്ചു. അവനോട് സപ്ലൈ ജോലി ചെയ്യുന്നത്? അതെ,
അവൻ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. അവിടെ ക്ലർക്കിന്റെ ജോലിന്ന് എന്നോട് പറഞ്ഞു. അല്ല, അമ്മ വിഷമിച്ചാലോ എന്ന് കരുതിയായിരിക്കും അവൻ സത്യം പറയാതിരുന്നത്. അവൻ എന്ത് ജോലിയായാലും എനിക്കൊരു വിഷമമില്ല രമേശ്. പക്ഷെ അവൻ എന്തിനാ എന്നോട് കളവ് പറഞ്ഞു? നീ എപ്പോഴാ വന്നത്? ഞാൻ ഇപ്പൊ വന്നേ. അമ്മേ, നമ്മുടെ രമേശിനെ കണ്ടില്ലേ? ഇപ്പൊ പഴയ ആളൊന്നുമില്ല, വലിയ കമ്പനി മാനേജറാണ്. അമ്മേ, അമ്മ എന്താ വല്ലാതിരിക്കുന്നത്? അവന് കാപ്പി കൊടുത്തു. ഞങ്ങൾ രണ്ടാളും ഹോട്ടലിൽ നിന്ന് സ്പെഷ്യൽ കാപ്പി കുടിച്ചു. രമേശ് ആകാശം കൊടുത്ത് അറിയിക്കാൻ പറഞ്ഞു. നീ സപ്ലയറായിട്ട് ജോലി ചെയ്യുന്ന അമ്മ അറിഞ്ഞിട്ടില്ലേ? ചതിച്ചു. ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി. ഞാൻ സ്ഥലം അമ്മേ, അമ്മേ, എനിക്കൊരല്പം ജോലി തിരക്കും. ഞാൻ പിന്നെ വരാം. അയ്യോ, കാപ്പ് കുടിക്കാതെ പോയാലോ? ഇല്ല, ഇനി ഒരു അവസരത്തിൽ. മനു, അതെ, ഓഫീസിൽ വല്ലാത്തൊരു ജോലി തിരക്ക്. ഞാൻ നിന്നോട് നല്ല കുട്ടിയായിട്ടാണ് വളർത്തിയത് അല്ലേ? അതെ. നീ എന്തിനാ ജോലിക്ക് പോകുന്നത്? ഇതെന്ത് ചോദ്യം അമ്മേ? ആ ജോലിക്ക് പോയില്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും? ജീവിക്കാൻ വേണ്ടിയാണ് നീ സപ്ലൈ ജോലിക്ക് പോകുന്നത് അല്ലേ? അമ്മേ, അമ്മ, ഇതുപോലെ എത്ര കളവുകൾ എന്നോട് നീ പറഞ്ഞിരിക്കും. ഞാൻ മനഃപൂർവ്വം കളവ് പറഞ്ഞല്ല അമ്മേ. നീ എന്നോട് കളവ് പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. ഇനി എന്നോട് സംസാരിക്കണ്ട. അമ്മേ, ഞാൻ ഇനിയും കള്ളം പറയില്ല. പോടാ, കളവ് പറയുന്ന മോൻ എനിക്ക് വേണ്ട. അമ്മേ, പോടാ. അമ്മേ, ഞാൻ പോകും അമ്മേ. ഞാൻ ജോലിക്ക് പോകില്ല അമ്മേ. ഞാൻ ഇനി ഊട് കഴിക്കില്ല അമ്മേ. ഞാനൊരു കളവ് പറഞ്ഞതിന് അമ്മ ഇത്രയും കാണിക്കുന്നല്ലോ. അമ്മ എന്നോട് എത്ര കളവ് പറഞ്ഞിട്ടുണ്ട്? ഞാൻ എന്ത് കളവോ നിന്നോട് പറഞ്ഞിട്ടുള്ളത്? അമ്മ പറഞ്ഞിട്ടില്ല അല്ലേ? എന്ന് നിന്നോട് ഞാൻ കളവ് പറഞ്ഞു? പലപ്പോഴും. എപ്പോ? എന്റെ ഈ മുഖത്ത് നോക്കി മനോഹരൻ മനോഹരൻ എന്ന് എത്ര തവണ കള്ളം പറഞ്ഞിരിക്കുന്നു. എന്റെ മോനെ, നീ എനിക്ക് എന്നും മനോഹരനാണ്ട. എനിക്ക് വിശക്കുന്നു. ഓക്കെ, ടിക്കറ്റുമാ. അപ്പൊ മിസ്റ്റർ സുഗു, തന്റെ പുതിയ പടം ഒരു വാരുവാരുന്ന ലക്ഷണമുണ്ട്. ദൈവം തമ്പുരാന് സ്തുതി. അല്ലെങ്കിലേ കടക്കാർ വന്നെന്റെ കാല് വാരിയനാശൻ. ഇപ്പൊ മാർവാടി വന്നിട്ട് എനിക്ക് പണം പിടിക്കാൻ സാറിന് പണം എവിടെയാണെങ്കിലും കൊടുക്കുന്നത് സാറെന്ന് എന്റെ പുറകെ അടക്കണം. ചുമ്മാ പിടിക്കാൻ വേണ്ടതാണേ. ആവാങ്ക. പിന്നെ വലുതായി ഇന്ന് എന്റെ പടത്തിന്റെ പൂജ AVM വെച്ച് താൻ തീർച്ചയായിട്ടും വരണം. അയ്യോ, എനിക്കിന്ന് ഉച്ച കഴിഞ്ഞ് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണം. പോക്കൊക്കെ മാറ്റി വെക്കിടൂ. അങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ലെന്നേ, പെണ്ണ് കാണല.